ഹായ്, ഇത് ഒരു ചുരിദാർ മെറ്റീരിയലാണ്. ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും. ഈ തുണി രണ്ടാക്കി മടക്കിയിട്ട് നീളത്തിൽ ടേബിളിൽ വിരിച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി ഈ തുണി നമുക്ക് ഇതുപോലൊന്ന് മടക്കിയെടുക്കാം. തുണി ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മളെ അളവിനുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് ഈ തുണീൻ്റെ മേലേക്ക് രണ്ടാക്കി മടക്കി നീളത്തിൽ വെക്കുക. നമുക്ക് കറക്റ്റ് അളവുള്ള ചുരിദാർ വേണം അളവിനായിട്ട് എടുക്കാൻ. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ മടക്കി വെച്ചതിന് ശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഈ ചുരിദാറിൻ്റെ അതേ ഷേപ്പിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് വരഞ്ഞെടുക്കുക. ഇനി ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചുരിദാറിൻ്റെ നമ്മൾ അളവിന് വെച്ച ചുരിദാറിൻ്റെ ഷോൾഡർ എവിടെയാണോ വരുന്നത് അതേ അളവിൽ ഷോൾഡർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കൈക്കുഴീൻ്റെ താഴെയും അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചുരിദാർ അളവിന് വെച്ച ചുരിദാർ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് കൈക്കുഴി ഈ ഒരു ഷേപ്പിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് കഴുത്തിറക്കം ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. കഴുത്തകലം ഒരു 3 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. ഞാനിവിടെ റൗണ്ട് നെക്കാണ് വെട്ടുന്നത്. അത് മാർക്ക് ചെയ്തതിൽ റൗണ്ടായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി വരഞ്ഞതിലൂടെ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഫ്രണ്ട് കഴുത്ത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് കഴുത്ത് കുറച്ച് കയറ്റിയിട്ട്, ഫ്രണ്ട് കഴുത്തിൻ്റെ അത്ര ഇറക്കം വേണ്ട, അതിനേക്കാൾ കുറച്ച് കയറ്റിയിട്ട് വെട്ടിയെടുക്കുക. ഇനിയിപ്പം ബാക്ക് കഴുത്ത് ഇറക്കം കൂടുതൽ വേണ്ട ആൾക്കാർക്ക് അത് കൂട്ടിയിട്ടിട്ടും വെട്ടാം. ചോക്ക് കൊണ്ട് വരഞ്ഞതിലൂടെ നേരെ വെട്ടിക്കൊടുത്താൽ മതി. ഈ തുണിയിൽ ചിത്രം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വരഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് കാണുന്നുണ്ട്. ചോക്കിൻ്റെ കളറും ചിത്രത്തിൻ്റെ കളറും ഒരേ കളറായതുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റാത്തത്. നമ്മൾ സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയ ഈ ഒരു പീസിലാണ് കൈ വെട്ടേണ്ടത്. ഈ പീസിൻ്റെ മേലെ ചുരിദാറിൻ്റെ കൈ ഇതേപോലെ വെച്ചിട്ട് ആ കൈക്ക് അനുസരിച്ച് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വെട്ടിയെടുത്താൽ മതി. ഞാനിതിന് ഫുള്ളായിട്ട് ലൈനിങ് വെക്കുന്നില്ല. പാൻറ്റിൻ്റെ ബാക്കി പീസ് കൊണ്ട് ഇത് അടിച്ച് മറിച്ചിടാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പണിൻ്റെ അടം വരെ മാത്രമേ ആ ലൈനിങ് ഇതിന് വരുന്നുള്ളൂ. പാൻറ്റ് കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന തുണി ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് നല്ല വശം ഈ തുണിയുമായി ചേർത്ത് വെച്ചിട്ട്, നല്ല വശം ഇത് നോക്കിയാൽ മനസ്സിലാവും, നല്ല വശം ആ ലൈനിങ് പീസുമായിട്ട് ചേരുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം കഴുത്ത് അടിച്ച് മറിക്കാൻ. ചുരിദാറിൻ്റെ ഉൾവശം തുണീൻ്റെ മുകളിലായിട്ടും നല്ല വശം തുണീനോട് ചേർന്നിട്ടും അടിയിലായിട്ടുമാണ് വേണ്ടത്. എന്നിട്ട് കഴുത്ത് വെട്ടിയ അതിലെ ഒരു 1/4 ഇഞ്ച് ഇട്ടിട്ട് വട്ടത്തിൽ അടിച്ചെടുക്കുക. ഇനി ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ലൈനിങ് ആയിട്ട് ഉപയോഗിച്ച തുണീൻ്റെ കഴുത്തും കൈക്കുഴിയും നമുക്ക് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് കഴുത്ത് അടിച്ചതിൻ്റെ തയ്യൽ തുമ്പ് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നൂല് വെട്ടിപ്പോവാൻ പാടില്ല. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കഴുത്തിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. പതിച്ചടിക്കുക. ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ബാക്ക് പീസും വേറൊരു തുണിയിൽ വെച്ച് കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കണം. ഫസ്റ്റ് ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുക. ഇതേപോലെ നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് വേണം ഷോൾഡർ യോജിപ്പിക്കാൻ. ഷോൾഡർ യോജിപ്പിച്ചിട്ട് ബാക്കിലെ കഴുത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പതിച്ചടിച്ച് കൊടുക്കുക. അതിനുശേഷം ചുരിദാർ ടേബിൾ മേൽ ഇതുപോലെ വിരിച്ച് വെക്കുക. എന്നിട്ട് അതൊന്ന് രണ്ടാക്കി മടക്കുക. എന്നിട്ട് നേരത്തെ അളവിനെടുത്ത ചുരിദാർ നേരത്തെ വെട്ടാൻ വേണ്ടി വെച്ച അതേപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് മടക്കിയിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് ചോക്ക് കൊണ്ട് ഇതേ ഷേപ്പിൽ വരഞ്ഞു കൊടുക്കുക. അളവിന് അനുസരിച്ച് ഇതേ ഷേപ്പിൽ ഓപ്പണിൻ്റെ അവിടം വരെ വരഞ്ഞു കൊടുക്കുക. ഓപ്പണിൻ്റെ അവിടെ ഇതുപോലൊരു അടയാളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചുരിദാർ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് അതിൻ്റെ ബാക്കത്തെ പീസിനും ഇതേ അളവിൽ നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കണം. അത് ഇതേപോലെ ചെയ്യാം. ഇതുപോലെ നീക്കി വെച്ചിട്ട് ആ ചുരിദാർ ഒന്നുകൂടെ അങ്ങോട്ടേക്ക് നീക്കിയിട്ട് അതേ ഷേപ്പിൽ ആ പീസിനും
ഷേപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. 2 സൈഡും ഷേപ്പ് ചെയ്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വരേൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ വരേൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഓപ്പണിൻ്റെ അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് വീണ്ടും തിരിച്ച് അടിച്ചാൽ മതി. ഈ വരഞ്ഞതിലൂടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പണ് സ്റ്റിച്ച് ചെയ്യണം. ചുരിദാറിൻ്റെ അടിഭാഗത്തുനിന്ന് ഇതുപോലെ മടക്കിയിട്ടാണ് ഓപ്പണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. ആദ്യം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഓപ്പണ് സ്റ്റിച്ച് ചെയ്ത് മുകളിലത്തെ ഈ ഒരു പോയിന്റിലെത്തുമ്പം ഓപ്പണിൻ്റെ ഈ ഒരു പോയിന്റിലെത്തുമ്പം സൂചി ഇവിടെ കുത്തി വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ വശത്തതും ഇതേപോലെ മടക്കി കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ചെറുതായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും സൂചി ഒന്ന് കുത്തി വെച്ചിട്ട് നന്നായിട്ട് മടക്കിയിട്ട് താഴോട്ടേക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 ഓപ്പണും ഇതേപോലെ ചെയ്യുക. ഇനി ചുരിദാറിൻ്റെ കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം കൈയിൻ്റെ അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. മടക്കി അടിച്ചു കഴിഞ്ഞ ശേഷം സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി ഇതുപോലെ ഒന്ന് കയറ്റി വെട്ടിക്കൊടുക്കണം. 2 സൈഡിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി കൈക്കുഴിയുമ്മൽ യോജിപ്പിച്ച് കൊടുക്കണം. കൈക്കുഴിൻ്റെ ഈ ഒരു സൈഡ് കൈക്കുഴിൻ്റെ ഇവിടെ ഇങ്ങനെ നിവർത്തിയിട്ട് കൈയിൻ്റെതും ഇവിടെ ഈ 2 തുമ്പും കൂടെ ഒപ്പിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കൈ ഇതുപോലെ വെക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുപോലെ വെക്കാൻ പെട്ടെന്ന് കഴിയും. നല്ല എളുപ്പത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്താൽ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. പാൻറ് സ്റ്റിച്ചിങ് വളരെ ഈസിയാണ്. ഇതേപോലെ തുണി 2ആക്കി മടക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മളെ അളവിനുള്ള പാൻറ് വെച്ച് കൊടുത്തിട്ട് അതേ ഷേപ്പിൽ ഒന്ന് തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ വരഞ്ഞതിലൂടെ വെട്ടിയെടുത്തതിന് ശേഷം കാലിൻ്റെ അടിഭാഗം കുറച്ച് വീതിയിൽ മടക്കി അടിച്ചു കൊടുക്കുക. മുകളിൽ മടക്കി അടിക്കുമ്പോൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. പാൻറ് അടിക്കാൻ വളരെ സിമ്പിളാണ്, ഈസിയാണ്, പെട്ടെന്ന് കഴിയും. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പാൻറ്റിൻ്റെ വേസ്റ്റ് ഭാഗം മുകളിലത്തെ ഭാഗം ഒപ്പിച്ച് വെച്ചിട്ട് 2 പീസും ഒപ്പിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗത്താണ് ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുന്നത്. അടിഭാഗവും ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് മുകളിലത്തെ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇനി ഇത് നിവർത്തി വെച്ചാൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ അടിഭാഗവും കാലിൻ്റെ ഭാഗവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കാല് ഒപ്പിച്ച് വെച്ചിട്ട് കാലുമ്മ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ പാൻറ് അടിക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. നല്ല വൃത്തിക്ക് ചെയ്യുന്നത് വേറെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രം ചെയ്യുന്നത്. ഇതിൽ നോക്കിയിട്ട് മനസ്സിലാവാത്ത ആൾക്കാർ ഞാൻ പാൻറ് അടിച്ചിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാൽ മതി. അതിൽ ശരിക്കും വിശദമായിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാല് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇവിടെ ഈ അരഭാഗത്ത് ഇലാസ്റ്റിക് ഇതുപോലെ ഇലാസ്റ്റിക്കും വെച്ച് കഴിഞ്ഞാൽ പാൻറ് എത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുന്നൊരു സാധനമാണ് പാൻറ്. വെറും 10 മിനിറ്റേ പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അത് പരിഹരിക്കാം. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.